ക്രിക്കറ്റ് കോച്ചിംഗ് സെന്ററിൽ പരിശീലനത്തിനെത്തിയ വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച കേസിലാണ് ക്രിക്കറ്റ് പരിശീലകന് 35 വർഷം തടവ് ശിക്ഷ ലഭിക്കുന്നത്. ക്രിക്കറ്റ് പരിശീലകൻ മനുവിനെ തിരുവനന്തപുരം അതിവേഗ കോടതിയാണ് ശിക്ഷിച്ചത്. 2018 മുതൽ കോച്ചിംഗ് സെന്ററിൽ വെച്ചായിരുന്നു ഇയാളുടെ പീഡനം. ഹരിമോഹൻ ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകും. ഹരി, വലിയ ഭാവി സ്വപ്നം കണ്ട ഇയാളുടെ കീഴിൽ ക്രിക്കറ്റ് പരിശീലിക്കാനെത്തിയ വിദ്യാർത്ഥികളെ 6 കേസുകൾ ഇയാൾക്കെതിരെയുണ്ട്. ഇയാൾ ലഭ്യമായ എല്ലാ സ്ഥലങ്ങളിലും വെച്ച് ഈ പാവം വിദ്യാർത്ഥികളെ ചൂഷണം ചെയ്തിട്ടുണ്ട്. ശുചിമുറിയിലാണെങ്കിലും ജിമ്മിലാണെങ്കിലും അതോടൊപ്പം മറ്റ് പല സ്ഥലങ്ങളിലും വരാന്തയിൽ ഉൾപ്പെടെ ഇയാൾ പലതരത്തിൽ ഉപദ്രവിച്ചിട്ടുണ്ട് എന്നുള്ളത് ഈ പെൺകുട്ടികളുടെ മൊഴിയാണ്. ഇതിൽ 2 കേസ് തെളിഞ്ഞു കഴിഞ്ഞു. ഇതിലാണിപ്പോൾ ശിക്ഷ വിധിച്ചിരിക്കുന്നത്. ഇയാൾക്ക് അർഹിച്ച ശിക്ഷ തന്നെയാണ് ഇപ്പോൾ ലഭിക്കുന്നത്, അല്ലേ ഹരി? ഷിഹാസ്, ഞെട്ടിക്കുന്ന ക്രൂര പീഡനം തന്നെയാണ് തലസ്ഥാനത്ത് നടന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഒരു പ്രമുഖ ക്രിക്കറ്റ് കോച്ചിംഗ് സെന്ററിലെ പരിശീലകനായിട്ടുള്ള മനുവിനെയാണ് ഇപ്പോൾ കോടതി 35 വർഷം തടവിനും 60,000 രൂപ പിഴയ്ക്കും ശിക്ഷിച്ചിരിക്കുന്നത്. പക്ഷേ അത് ഒരു കേസിൽ മാത്രമാണ്. ഇയാൾക്കെതിരെ 6 പെൺകുട്ടികളാണ് പരാതി നൽകിയിരിക്കുന്നത്. ഇതിൽ 2 കേസുകളിൽ ഇയാൾ കുറ്റക്കാരനാണെന്നുള്ള കാര്യം തിരുവനന്തപുരം അതിവേഗ കോടതി കണ്ടെത്തിയിരിക്കുന്നു. അതിൽ ഒരെണ്ണത്തിൽ കഴിഞ്ഞ ദിവസം ശിക്ഷ വിധിച്ചു. 25 വർഷമാണ് തടവ് ശിക്ഷയുണ്ടായിരുന്നത്. ഇപ്പോൾ 2ാമത്തെ കേസിൽ 35 വർഷം തടവിന് ശിക്ഷിച്ചിരിക്കുന്നു. ഇനിയും 4 കേസുകൾ കൂടി മനുവിനെതിരെ ബാക്കിയുണ്ട്. അതായത് 2018 മുതൽക്കാണ് ഇയാൾ ഇത്തരത്തിൽ ക്രൂരത കാണിക്കാൻ തുടങ്ങിയത്. പല തവണകളായി ഈ കോച്ചിംഗ് സെന്ററിൽ വെച്ച് തന്നെ ജിമ്മിലും ഒപ്പം തന്നെ ശുചിമുറിയിലും ഒക്കെ വെച്ച പെൺകുട്ടികളെ ക്രൂരമായി പീഡനത്തിനിരയാക്കുകയായിരുന്നു. അവരുടെ നഗ്ന വീഡിയോ അടക്കം ചിത്രീകരിച്ചുകൊണ്ട് പിന്നീട് ഭീഷണിപ്പെടുത്തി ആവർത്തിച്ച് പീഡനം നടത്തുകയും ഉണ്ടായി. അപ്പോൾ അതിനുശേഷം പിന്നീട് ഈ കുട്ടികൾ അവിടെ നിന്ന് മാറിപ്പോയി. ഇന്നിപ്പോൾ ഈ കേസിന് ആസ്പദമായ സംഭവം ഉണ്ടായ കാലത്ത് ആ പെൺകുട്ടി 2019 ഈ ക്രിക്കറ്റ് കോച്ചിംഗ് സെന്റർ ഉപേക്ഷിച്ചുകൊണ്ട് മറ്റൊരു സ്ഥലത്തേക്ക് പോവുകയുണ്ടായി. പിന്നീട് 2024 ഇയാളെ മറ്റൊരു ക്രിക്കറ്റ് ടൂർണമെന്റിന് വെച്ച് കണ്ടപ്പോൾ ആ കുട്ടി പേടിച്ച് ബഹളം വെക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായി. അപ്പോഴാണ് ഈ സംഭവങ്ങളെല്ലാം തന്നെ പുറം ലോകം അറിയുന്നത്. അങ്ങനെയാണ് ഇത് പിന്നീട് പോലീസ് ഈ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചപ്പോഴാണ് 6 പേർ ഇത്തരത്തിൽ ലൈംഗിക പീഡനത്തിന് ഇരയായിട്ടുണ്ട് എന്നുള്ള കാര്യം വ്യക്തമായത്. അതിൽ പലരുടെയും വീഡിയോ ദൃശ്യങ്ങളടക്കം ഇയാൾ ഇപ്പോഴും സൂക്ഷിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യവും ബോധ്യപ്പെട്ടിരുന്നു. അതേ തുടർന്നാണ് ഇപ്പോൾ കോടതി ഈ കാര്യങ്ങളൊക്കെ ശരിവെച്ചുകൊണ്ട് 35 വർഷത്തെ തടവിന് ഇയാളെ ശിക്ഷിച്ചിരിക്കുന്നത്. ശരി, ഹരിമോഹനാണ് ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്.